ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചാലല്ലേ കുട്ടികളുണ്ടാവും. നീ എന്താ പറഞ്ഞു വരുന്നത്? അമ്മേ, അവൻ ഋതുമോളെ മാഡം മാഡം എന്ന് വിളിക്കുന്നതേ ദേവി ദേവിന്ന്. ഇത്രയും താമസിക്കുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ വേണുവേട്ടാ? ഞാൻ എത്ര നേരമായി കാത്തിരുന്ന് വിഷമിക്കുന്നറിയോ? മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാതിരിക്കുമ്പോഴാ സങ്കടം തോന്നുന്നേ. ഇത് എവിടെ പോയത് ഇത്രയും നേരം? വഴിയിൽ വെച്ച് ഒരു പരിചയക്കാരനെ കണ്ട് സംസാരിച്ച് സമയം പോയി. നീ ഒന്ന് ക്ഷമിക്കേ. അല്ല, എല്ലാരും കിടന്നോ? ആ, കിടന്നു. പക്ഷെ രാജു ഉറങ്ങിക്കാണും തോന്നുന്നില്ല. എന്താ? ഋതുമോക്ക് നല്ല പനിയാ. അയ്യോ, പേടിക്കാനൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടറെയും കാണിച്ചു. ഡോക്ടർ മരുന്ന് തന്നു. വൈറൽ ഫീവറാ. വിശ്രമിച്ചാലേ മാറൂ. ഇനിയിപ്പോ എന്തായാലും അവര് കിടന്നില്ലേ, രാവിലെ കാണാം. ശരി. വേണുവേട്ടനിരിക്കെ, ഞാൻ ആഹാരം വിളമ്പാം. വേണ്ട, ഞാൻ കഴിച്ചതാ. എനിക്ക് വല്ലാത്ത ക്ഷീണം. ഞാനത് കിടക്കട്ടെ. എന്നാ പിന്നെ വേണുവേട്ടൻ കിടന്നോ. ഞാൻ അടുക്കള ഒതുക്കിയിട്ട് വരാം. എനിക്ക് സുഖമില്ലായിരുന്നതുകൊണ്ട് ഇന്നലെ രാത്രി ഉറക്കമടിച്ച് കാത്തിരുന്ന് കാണും. എന്റെ കാവൽക്കാരൻ, മൈ സേവിയർ, എന്റെ ബോഡി ഗാർഡ്. രാജു, രാജു. മാഡം, എഴുന്നേറ്റിട്ട് ഒത്തിരി നേരമായോ? ഇല്ല രാജു. വെളുപ്പം കാലത്ത് എപ്പോഴോ ഞാനൊന്നും മയങ്ങിപ്പോയി. അതൊന്നും സാരില്ല. രാജു ഉറങ്ങിക്കോ. ഇനി ഞാൻ ഉറങ്ങുന്നില്ല. അല്ല, മാഡത്തിന് പനി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്പൊ ചൂടില്ല. മേഡം ഇരിക്കെ, ഞാൻ പോയേ ചൂട് കാപ്പി എടുത്തോണ്ടരാ. അല്ല രാജു, മേഡം കോഫി കുടിക്കുക. എന്തൊരു കെയറിംഗ് ആയി രാജുൻ എന്നോട്. രാജു ഒരുപോലെ കണ്ണടച്ചിട്ടില്ലല്ലോ. ഉറങ്ങിക്കോ. മാഡത്തിന് എന്തെങ്കിലും അസുഖം വന്നാ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പനി കുറവുണ്ടോ മോളെ? കുറവുണ്ടെങ്കിലേ. ഞാൻ ഇന്നലെ ഒരിടം വരെ പോയിരുന്നു. വന്നപ്പോ ഒത്തിരി രാത്രിയായി. അതാ മോളെ കാണാൻ വരാഞ്ഞത്. കുഴപ്പമില്ലെങ്കിൽ ചിലപ്പോ വൈറൽ ഫീവർ ആവും. കുറയാൻ 3-4 ദിവസം എടുക്കും.
മോള് റെസ്റ്റ് എടുത്തോ. മരുന്ന് മുടങ്ങാതെ കഴിച്ചാ മതി, അത് കുറഞ്ഞോളും. ആ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ മാഡത്തിന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് ബാത്റൂമിൽ വെച്ചിട്ട് ഞാനിപ്പോ വരാം. എനിക്ക് പനിയാണെന്ന് അറിഞ്ഞതിന് ശേഷം രാജു ഈ മുറിന്ന് മാറിയിട്ടില്ല. അവനെങ്ങനെയാ മോളെ? അവനും മോളെ പോലെ തന്നെ സ്നേഹിക്കാനേ അറിയൂ. പനിയല്ലേ, വായിക്ക് രുചിയൊന്നും കാണില്ല. ഇഡ്ലിക്കൊരു ചമ്മന്തി കൂടെ അരയ്ക്കാം. സാമ്പാർ കൂടി ഉണ്ടല്ലോ, രുചിയുള്ളത് ഏതാന്ന് വെച്ചാ അത് കഴിക്കട്ടെ. ഇഡ്ലി എന്തായാലും ആവിയിൽ വേവുന്ന ആഹാര സാധനമാണല്ലോ. പനിക്കാർക്ക് ഇത് തന്നെയാ നല്ലത്. ഈ രാജുവിന്റെ വെപ്രാളവും ഓട്ടോ ഒക്കെ കണ്ട ഋതുമോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് തോന്നും. ഇക്കണക്കിന് ഋതുമോളെങ്ങാനും ഗർഭിണിയായാലേ പ്രസവം വരെ ഇവിടെ രാജുവിന്റെ വക എന്ത് വെപ്രാളമായിരിക്കും. ഈ വീടും മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആ ഹോസ്പിറ്റലും അവൻ പൊളിച്ചെടുക്കും. ലേബർ റൂമിൽ കയറി അവൻ നഴ്സുമാരെ തല്ലുന്ന എന്റെ പേടി. ഒന്ന് പോടി അവിടുന്ന്. അവനെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചാലല്ലേ കുട്ടികളുണ്ടാവൂ. നീ എന്താ പറഞ്ഞു വരുന്നത്? അമ്മേ, അവൻ ഋതുമോളെ മാഡം എന്ന് വിളിക്കുന്നതേ ദേവി ദേവിന്ന്. നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, അവൻ അവളോട് ഭക്തിയാ. ഭക്തിയോ? ആ അമ്മേ, മുടിഞ്ഞ ഭക്തി. ഒരു ഭഗവതിയോട് എന്ന പോലെയാ അവൻ ഋതുമോളോട് പെരുമാറുന്നേ. ഒന്ന് പോടി അവിടുന്ന്. അവൻ അവളെ ജീവനാ. നീ ഇന്നലെ കണ്ടില്ലേ? പനിക്കൂർക്ക പറിക്കുന്നു, തുളസിയില നുള്ളുന്നു. പനി വന്ന് ഋതുമോൾക്ക് എന്തെങ്കിലും പറ്റിപ്പോവെന്നാ അവന്റെ പേടി. അല്ല, നിങ്ങളുടെ അച്ഛനോട്ട് മോശമല്ലായിരുന്നു. ഞാൻ നിന്നെ പ്രസവിക്കാനായി ആശുപത്രിയിലായപ്പോ പലരും കളിയാക്കിയതാ. രാധമ്മേ, നിനക്കാണോ ഗർഭം അതോ നിന്റെ ഭർത്താവിനാണോ ഗർഭമെന്ന്. എന്തായാലും ഇത്രയില്ലായിരുന്നു കേട്ടോ. എന്റെ ഒരു നോട്ടത്തിൽ പറഞ്ഞാലേ ഋതുമോൾ ഒരു ദേവിയും രാജു അമ്പലത്തിലെ ശല്യമായിട്ട് നടക്കുന്ന ഒരു ഭക്തനുമാ. ഇനി ഇവൻ ഇവളെ പ്രതിഷ്ഠിക്കാൻ ഒരു അമ്പലം പണിയോന്നാ എന്റെ പേടി. ഒന്ന് പോടി. അകലേ